ഇനി നമ്മൾ ഇംപ്ലിസിറ്റ് ഫങ്ഷൻ ഉപയോഗിച്ചിട്ട് പ്രോബ്ലം ചെയ്യാണ്. ഇംപ്ലിസിറ്റ് ഫങ്ഷൻ്റെ ടോട്ടൽ ഡെറിവേറ്റീവ് അല്ല കാണുന്നത്, അത് ഉപയോഗിച്ചിട്ട് വേറൊരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണുന്നൊരു മെത്തേഡാണ്. ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ കാണാൻ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് -∂f/∂x = df/∂f/∂y. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അത് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് u = x log xy, x³ + y³ x³ + y³ + 3xy = 1, ഫൈൻഡ് du/dx. ഇവിടെ ശ്രദ്ധിക്കണം, ∂u/∂x ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എന്ത് തന്നാൽ മതി, u = x log xy മാത്രം അത് മതി. പക്ഷേ അതുപോലെ ∂u/∂y കാണാനും നമുക്ക് u = x log xy മതി. അതേ സ്ഥാനത്ത് ഇവിടെ du/dx ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രോബ്ലം ആണിത്. അപ്പോൾ u = x log xy ആണ്. അതുപോലെ അതിന് കണ്ടീഷൻ തന്നിട്ടുണ്ട് x³ + y³ + 3xy = 1. അപ്പോൾ ഈ x³ + y³ + 3xy = 1 എന്നുള്ളത് ഒരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ഫോമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്താണ്. ഇതൊരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എക്സാമ്പിളാണ്. അതേ സ്ഥാനത്ത് u = log xy ഒരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ അല്ല, അത് u = x log xy എന്നുള്ള ഫോമാണ്. അതൊരു u = എക്സാക്ട് വാല്യൂ u = തന്നെ കിട്ടുന്നുണ്ട്. അതേ സ്ഥാനത്ത് x³ + y³ + 3xy = 1, അവിടുന്ന് നമുക്ക് y = എന്നുള്ള ഫോമില്ല, അതുപോലെ x = എന്നുള്ള ഫോമിലും ഉള്ളത്. ഇത് x³ + y³ + 3xy = 1 ഈ ഫോമിലുള്ള ഫംഗ്ഷൻ f(x, y) = c എന്നുള്ള ഫോമിലുള്ള ഒരു കോൺസ്റ്റന്റ്, സി ഒരു കോൺസ്റ്റന്റ്, ആ ഫോമിലുള്ള ഫംഗ്ഷൻ വിളിക്കുന്ന പേരാണല്ലോ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. അപ്പോൾ x³ + y³ + 3xy എന്നുള്ളത് = 1 ഉള്ളൊരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ ആദ്യം f(x, y) ആ x³ + y³ + 3xy -1 = 0, അത് =0 നമ്മളിവിടെ എഴുതുന്നില്ല. f(x, y) ന്ന് ഈ x³ + y³ + 3xy -1 എന്നുള്ളതിനെ നമ്മൾ എന്താ വിളിക്കുക, f(x, y) എന്ന് വിളിക്കുക. അങ്ങനെയാണ് ഇതിൻ്റെ ഇത് നമ്മൾ എങ്ങനെ dy/dx കാൽക്കുലേറ്റ് ചെയ്യും. ഇത് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണല്ലോ ശരിക്ക്. x³ + y³ + 3xy = 1 എന്നുള്ളൊരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ നമ്മൾ dy/dx കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ള ഫസ്റ്റ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാം. അത് നമുക്ക് ശരിക്ക് ഈ dy/dx കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം, du/dx ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളത്. പക്ഷേ dy/dx എന്തായാലും അതിനും വേണം. അപ്പോൾ ഇതിൽ നിന്ന് ഈ ഒരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ്റെ dy/dx എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതും ഇതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ. രണ്ടും കൂടി ഉദ്ദേശിച്ചുള്ള ഒരു പ്രോബ്ലം ആണ് ഇതാണ്. അപ്പോൾ നമ്മൾ ഈ x³ + y³ + 3xy = 1 എന്നുള്ളത് നമ്മൾ മാറ്റിയതാണ് f(x, y) എന്ന് എടുക്കുകയാണ്. f(x, y) = x³ + y³ + 3xy -1 = 0 എന്നുണ്ട്. അപ്പോൾ f(x, y) = x³ + y³ + 3xy -1 എന്നെടുക്കാം. നമുക്കറിയാം ഒരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ dy ആണെങ്കിൽ f(x, y) = c ഒരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിൽ നിന്ന് dy/dx പറഞ്ഞാൽ എന്താ, -∂f/∂x /∂f/∂y എന്നാണ്. അപ്പോൾ നമ്മൾ dy/dx പറഞ്ഞാൽ -∂f/∂x /∂f/∂y. അപ്പോൾ ∂f/∂x ഇവിടെ ഒന്നിച്ച് ചെയ്തൊക്കെയാണ്. ∂f/∂x കാണുന്നുണ്ട്, ∂f/∂y ഒന്നിച്ച് കണ്ടിട്ട് അങ്ങ് എഴുതിക്കണം. നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ആദ്യം ∂f/∂x കാണാം, അതുപോലെ ∂f/∂y കാണാം, എന്നിട്ട് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റെപ്പ് പെട്ടെന്ന് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഏതായാലും dy/dx പറഞ്ഞാൽ നമുക്കറിയാം -∂f/∂x /∂f/∂y ആണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ∂f/∂x കാണാം. ∂f/∂x എന്ന് പറഞ്ഞാൽ എന്താ, ∂∂x of x³ + y³ + 3xy -1, ∂∂x of x³ + y³ + 3xy -1 that is equal to x³ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x ലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ട് x³ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 3x² പ്ലസ് y³ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 0 പ്ലസ് 3xy, അതിൽ 3ഉം y ഉം കോൺസ്റ്റന്റ് ആണ്. x ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ നമുക്ക് 3xy ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 3y എന്ന് കിട്ടും. അപ്പോൾ -1 ഡെറിവേറ്റീവ് 0. അപ്പോൾ ∂f/∂x എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 3x² പ്ലസ് 0 പ്ലസ് 3y -0 ദാറ്റ് ഈസ് ഈക്വൽ ടു 3x² പ്ലസ് 3y എന്ന് കിട്ടും, ∂f/∂x. ഇതുപോലെ ∂f/∂y എന്ന് പറഞ്ഞാൽ ∂by∂y of x³ + y³ + 3xy -1.
അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പോൾ 0 പ്ലസ് വൈ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3y² പ്ലസ് 3xy ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 3x മൈനസ് 1 ഡെറിവേറ്റീവ് പറഞ്ഞാൽ 0. അപ്പോൾ ∂f/∂y എന്ന് പറഞ്ഞാൽ 0 പ്ലസ് 3y² പ്ലസ് 3x മൈനസ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 3y² പ്ലസ് 3x എന്ന് കിട്ടും. അപ്പോൾ ∂f/∂y എന്ന് പറഞ്ഞാൽ 3y² പ്ലസ് 3x എന്നും കിട്ടും. ∂f/∂y എന്ന് പറഞ്ഞാൽ ∂x എന്ന് പറഞ്ഞാൽ 3x² പ്ലസ് 3y എന്നും കിട്ടും. അതുകൊണ്ട് dy/dx പറഞ്ഞാൽ മൈനസ് ∂f/∂x ഡിവൈഡ് ബൈ ∂f/∂y ഇസ് ഈക്വൽ ടു മൈനസ് ∂f/∂xന്റെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ 3x² പ്ലസ് 3y ആണ്. ∂f/∂yന്റെ വാല്യൂ കൊടുത്താൽ 3y² പ്ലസ് 3x. അപ്പോൾ dy/dx ഈക്വൽ ടു മൈനസ് 3x² പ്ലസ് 3y ഡിവൈഡ് ബൈ 3y² പ്ലസ് 3x. 3 കോമൺ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് x² പ്ലസ് y ഡിവൈഡ് ബൈ y² പ്ലസ് x. ഇനി നമുക്ക് du/dx ആണ്. അപ്പോൾ du/dx ഡയറക്റ്റ് കാണാൻ നമുക്ക് പറ്റില്ല. പക്ഷെ നമുക്ക് ഫോർമുല ഉണ്ട്. du/dt u എന്ന് പറഞ്ഞാൽ എക്സിലും വൈയിലുള്ള ഒരു ഫംഗ്ഷനും എക്സും വൈയും ടിയിലുള്ള ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്കറിയാം du/dt ഈക്വൽ ടു ∂u/∂x ഇൻറ്റു dx/dt പ്ലസ് ∂u/∂y ഇൻറ്റു dy/dt. ഇത് u is a function of x and y and x and y are functions of t. Then du/dt equal to ∂u/∂x into dx/dt plus ∂u/∂y into dy/dt. അപ്പോൾ നമുക്ക് പക്ഷെ ഇവിടെ du/dx ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കണം, അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് ശരിക്കും ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ തന്നിട്ടുള്ളത്. u ഈക്വൽ ടു എക്സ് ലോഗ് എക്സ് വൈ ആണ്. x³ പ്ലസ് y³ പ്ലസ് 3xy ഈക്വൽ ടു 1 എന്നതിനെ ഇംപ്ലിസിറ്റ് ഫംഗ്ഷനാണ്. അതിന് നമുക്ക് വൈനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ y ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആക്കാൻ പറ്റും. ഏതിന്നാണ് x³ പ്ലസ് y³ പ്ലസ് 3xy ഈക്വൽ ടു 1 എന്നുള്ള ഈ ഫംഗ്ഷന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വൈനെ സോൾവ് ചെയ്താൽ y ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് എന്താ പറയാൻ പറ്റും? y ഒരു എക്സിലുള്ള ഫംഗ്ഷനാണ്, പിന്നെ എക്സ് എക്സിലുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ യു എന്ന് പറഞ്ഞാൽ എക്സിലും വൈ, എക്സ് ലോഗ് എക്സ് വൈ ആണല്ലോ. അപ്പോൾ യു എന്ന് പറഞ്ഞാൽ എക്സിലും വൈയിലുള്ള ഫംഗ്ഷനാണ്. എക്സ് പറഞ്ഞാൽ എക്സ് തന്നെയുള്ള ഫംഗ്ഷൻ, എക്സ് ഈക്വൽ ടു എക്സ്, അപ്പോൾ എക്സ് തന്നെയുള്ള ഒരു ഫംഗ്ഷനാണ്. വൈ എന്ന് പറയാൻ പറഞ്ഞു ഈ x³ പ്ലസ് y³ പ്ലസ് 3xy ഈക്വൽ ടു 1 എന്ന് സോൾവ് ചെയ്താൽ y ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ x² പ്ലസ് y² ഈക്വൽ ടു 1 ആണെങ്കിൽ, ഇപ്പോൾ x² പ്ലസ് y² ഈക്വൽ ടു 1 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? y² ഈക്വൽ ടു 1 മൈനസ് x² എന്ന് എഴുതാം. y ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് x² എന്ന് എഴുതാം. അപ്പോൾ x² പ്ലസ് y² ഈക്വൽ ടു 1 എന്നുള്ള ഇംപ്ലിസിറ്റ് ഫംഗ്ഷനിൽ y നമുക്ക് സോൾവ് ചെയ്തിട്ട് എക്സിലുള്ള ഫംഗ്ഷൻ ആക്കാൻ പറ്റും. അതുപോലെ x³ പ്ലസ് y³ പ്ലസ് 3xy ഈക്വൽ ടു 1 എന്നുള്ള ഇംപ്ലിസിറ്റ് ഫംഗ്ഷനെ സോൾവ് ചെയ്താൽ y ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ യു എക്സിലും വൈ ഉള്ള ഫംഗ്ഷനാണ്, എക്സും വൈയും എക്സിലുള്ള ഫംഗ്ഷനാണ്, ടിക്ക് പകരം എക്സിലുള്ള ഫംഗ്ഷനായി. അപ്പോൾ du/dt പകരം എന്താ പറയുക? du/dx ഈക്വൽ ടു ∂u/∂x ഇൻറ്റു dx/dx പ്ലസ് ∂u/∂y ഇൻറ്റു dy/dx ആണ് du/dx എന്ന് കിട്ടുക. അപ്പോൾ du/dx പറഞ്ഞാൽ ∂u/∂x പ്ലസ് ∂u/∂y ഇൻറ്റു dy/ ശ്രദ്ധിക്കുക, du/dx പറഞ്ഞാൽ ∂u/∂x ഇൻറ്റു dx/dx പ്ലസ് ∂u/∂y ഇൻറ്റു dy/dx. പക്ഷെ dx/dx പറഞ്ഞാൽ എക്സിന് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 ആണല്ലോ. അപ്പോൾ dx/dx എന്ന് പറഞ്ഞാൽ 1 ആണ്. അതുകൊണ്ടാണ് du/dx എന്ന് പറഞ്ഞാൽ എന്തിട്ട് ∂u/∂x പ്ലസ് ∂u/∂y ഇൻറ്റു dy/dx എന്ന് കിട്ടിയത്. ഓക്കെ, അപ്പോൾ du/dxന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ∂u/∂x പ്ലസ് ∂u/∂y ഇൻറ്റു dy/dx. ഇനി dy/dx നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെ കിട്ടണം? ∂u/∂x കിട്ടണം, ∂u/∂y കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ u എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ് ലോഗ് എക്സ് വൈ ആണ്. അപ്പോൾ ∂u/∂x എന്ന് പറഞ്ഞാൽ എന്താ? ∂u/∂x ഓഫ് എക്സ് ലോഗ് എക്സ് വൈ. അവിടെ പ്രോഡക്റ്റ് ഉള്ള അപ്ലൈ ചെയ്യണം. അപ്പോൾ ദാറ്റ് ഈസ് ∂u/∂x ഓഫ് എക്സ് ലോഗ് എക്സ് വൈ ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ∂u/∂x ഓഫ് എക്സ് ഇൻറ്റു ലോഗ് എക്സ് വൈ പ്ലസ് എക്സ് ഇൻറ്റു ∂u/∂x ഓഫ് ലോഗ് എക്സ് വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു ∂u/∂x ഓഫ് എക്സ് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു ലോഗ് എക്സ് വൈ പ്ലസ്
ഡോ ബൈ എക്സ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് ലോഗ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു ലോഗിന്റെ ഡെറിവേറ്റീവ് 1 അപ്പോൾ 1 എക്സ് വൈ ഇൻറ്റു ഇപ്പോൾ ലോഗ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ റൂളാണ്. ആദ്യം ലോഗിന്റെ ഡെറിവേറ്റീവ് പിന്നെ എക്സ് വൈൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് ലോഗ് എക്സ് വൈ എന്നുള്ളതിന് എന്ത് കിട്ടും? 1 എക്സ് വൈ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ വൈ. അപ്പോൾ 1 എക്സ് വൈ ഇൻറ്റു വൈ എന്ന് കിട്ടും ഡോ ബൈ ഡോ എക്സ് ഓഫ് ലോഗ് എക്സ് വൈ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു ലോഗ് എക്സ് വൈ പ്ലസ് എക്സ് ഇൻറ്റു 1 എക്സ് വൈ ഇൻറ്റു വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു ലോഗ് എക്സ് വൈ പ്ലസ് വൈയും വൈയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് എക്സ് ഇൻറ്റു 1 എക്സ്. അവിടുന്ന് എക്സും ക്യാൻസൽ ആയാൽ 1 പ്ലസ് ലോഗ് എക്സ് വൈ എന്ന് കിട്ടും. അതായത് ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 പ്ലസ് ലോഗ് എക്സ് വൈ എന്ന് കിട്ടും. ഇതുപോലെ ഡോ യു ബൈ ഡോ വൈ കാണാം. ഡോ യു ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ എന്താ? ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് ലോഗ് എക്സ് വൈ. അവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. കാരണം വൈ ലോഗ് എക്സ് വൈ മാത്രമാണ് വൈയുടെ ഫംഗ്ഷൻ. അപ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് ലോഗ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ വൈ ഓഫ് ലോഗ് എക്സ് ലോഗ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് ലോഗ് എക്സ് വൈ. ലോഗ് എക്സ് വൈന് വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 എക്സ് വൈ ഇൻറ്റു എക്സ് വൈയുടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു വൈയിലുള്ള ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എക്സ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലോഗ് എക്സ് വൈൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ഡോ ബൈ ഡോ വൈ ഓഫ് ലോഗ് എക്സ് വൈ ഈക്വൽ ടു 1 എക്സ് വൈ ഇൻറ്റു എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 വൈ എന്ന് കിട്ടും. അപ്പോൾ ഡോ യു ബൈ ഡോ എക്സ് 1 വൈ ദാറ്റ് ഈസ് ഡോ യു ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ഇൻറ്റു 1 വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ബൈ വൈ എന്ന് കിട്ടും. അപ്പോൾ ഡോ യു ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ എക്സ് ബൈ വൈ എന്നും കിട്ടും. ഡോ യു ബൈ ഡോ എക്സ് പറഞ്ഞാൽ 1 പ്ലസ് ലോഗ് എക്സ് വൈ എന്നും കിട്ടും. അത് നമ്മൾ ഈ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു എന്നുള്ളതിൽ ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡി യു ബൈ ഡി എക്സ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ യു ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്നുള്ളതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഡോ യു ബൈ ഡോ എക്സിൻ്റെ വാല്യൂ എന്താണ്? 1 പ്ലസ് ലോഗ് എക്സ് വൈ. നമ്മളിവിടെ ഡയറക്റ്റ് സ്റ്റെപ്പാണ് ചെയ്തിട്ടുള്ളത്. 1 ഇൻറ്റു ലോഗ് എക്സ് വൈ പ്ലസ് എക്സ് ഇൻറ്റു 1 എക്സ് പ്ലസ് എക്സ് വൈ ഡിവൈഡ് ബൈ ഡി വൈ ബൈ ഡി എക്സ് ഡയറക്റ്റ് ചെയ്തിട്ടാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഡോ യു ബൈ ഡോ എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് ലോഗ് എക്സ് വൈ ആണ്. പിന്നെ ഡോ യു ബൈ ഡോ വൈൻ്റെ വാല്യൂ പറഞ്ഞാൽ എക്സ് ബൈ വൈ ആണ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സിൻ്റെ വാല്യൂ പറഞ്ഞാൽ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ ഡിവൈഡ് ബൈ വൈ സ്ക്വയർ പ്ലസ് എക്സ്. അപ്പോൾ ആ എല്ലാ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡി യു ബൈ ഡി എക്സ് ഈക്വൽ ടു 1 പ്ലസ് ലോഗ് എക്സ് വൈ മൈനസ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ ഡിവൈഡ് ബൈ വൈ ഇൻറ്റു വൈ സ്ക്വയർ പ്ലസ് എക്സ് എന്ന് കിട്ടും. അപ്പോൾ ഡി യു ബൈ ഡി എക്സ് നമുക്ക് കിട്ടും. അടുത്ത് അപ്പോൾ ഡി യു ബൈ ഡി എക്സ്. അപ്പോൾ ഇത് ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി നമ്മൾ അടുത്ത് നമുക്ക് ചെയിൻ റൂളാണ്. ചെയിൻ റൂൾ പറഞ്ഞാൽ ഇവിടെയുള്ള ചെയിൻ റൂളിൻ്റെ പ്രത്യേകത യു എന്ന് പറഞ്ഞ ഫംഗ്ഷന് ഈ വിയിലും ഡബ്ല്യൂയിലുമാണ്. ഈ വിയും ഡബ്ല്യൂയിലും എക്സിലും വൈയിലും ആണെങ്കിൽ ഡോ യു ബൈ ഡോ എക്സ് ശ്രദ്ധിക്കണം. യു ഈസ് എ ഫംഗ്ഷൻ ഓഫ് വി ആൻഡ് ഡബ്ല്യു. വി ആൻഡ് ഡബ്ല്യൂസ് ആർ ഫംഗ്ഷൻസ് ഓഫ് എക്സ് വൈ. അങ്ങനെയാണെങ്കിൽ നേരത്തെ നമ്മൾ യു ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആൻഡ് എക്സ് ആൻഡ് വൈ ആർ ഫംഗ്ഷൻ ഓഫ് ടി എന്ന് പറഞ്ഞപ്പോൾ ഡി യു ബൈ ഡി ടി എന്നാണ്. കാരണം അത് എക്സും വൈയും ടിയിലും മാത്രമുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ ഡി യു ബൈ ഡി ടി ആണ് വരിക. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഈ എക്സിനും വൈക്കും പകരം യുവും വിയും ഡബ്ല്യു ആണ്. ഈ വിയും ഡബ്ല്യു എന്നുള്ള ഫംഗ്ഷന് വേറെ 2 ഫംഗ്ഷൻ വേരിയബിൾസ് ഉള്ള എക്സിലും വൈയിലുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ ഡി യു ബൈ ഡി ടിക്ക് പകരം ഡോ യു ബൈ ഡോ എക്സും അതുപോലെ ഡോ യു ബൈ ഡോ വൈയും വരിക. അപ്പോൾ ഡോ യു ബൈ ഡോ എക്സ് ആണ് പറഞ്ഞാൽ ഡോ യു ബൈ ഡോ വി ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് പ്ലസ് ഡോ യു ബൈ ഡോ ഡബ്ല്യു ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ്. അതുപോലെ ഡോ യു ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ ഡോ യു ബൈ ഡോ വി ഇൻറ്റു ഡോ വി ബൈ ഡോ വൈ പ്ലസ് ഡോ യു ബൈ ഡോ ഡബ്ല്യു ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ വൈ എന്ന് കിട്ടും. ശ്രദ്ധിക്കണം, യു എന്നുള്ള ഫംഗ്ഷൻ വിയിലും ഡബ്ല്യു, അത് യു ഓഫ് വി ആൻഡ് ഡബ്ല്യു അത് ഉദ്ദേശിക്കുന്നത് യു ഇസ് എ ഫംഗ്ഷൻ ഓഫ് വി ആൻഡ് ഡബ്ല്യു. വി ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആൻഡ് ഡബ്ല്യു ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ. അങ്ങനെയാണെങ്കിൽ ഇതിൽ വിനി ഡബ്ല്യുവിന് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ യു ഒരു എക്സിലും വൈയിലുള്ള ഫംഗ്ഷൻ ആവും. ഇപ്പോൾ ഡോ യു ബൈ ഡോ എക്സ് ഉണ്ടാവും, ഡോ യു ബൈ ഡോ വൈ ഉണ്ടാവും. നേരത്തെ കേസിലാണെങ്കിൽ യു എക്സിലും വൈയിലുമാണ്, എക്സും വൈയും ടിയിലുമാണ്. അപ്പോൾ നമുക്ക് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ ടിയിലുള്ള വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ യു പറഞ്ഞാൽ ടിയിൽ മാത്രമുള്ള ഫംഗ്ഷൻ ആയിട്ട് മാറും. അപ്പോൾ സിംഗിൾ വേരിയബിൾ, അപ്പോൾ ഡി യു ബൈ ഡി ടി ആണ്. ഇവിടെ അങ്ങനെയല്ല,
ഇവിടെ വിയും ഡബ്ല്യൂയും എക്സിലും വൈയിലുമാണ്, രണ്ട് വേരിയബിൾസിൽ. അപ്പോൾ യു എന്ന് പറഞ്ഞാൽ വിന്റെ വാല്യൂ ഡബ്ല്യൂവിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അത് എക്സിലും വൈയിലുള്ള ഫംഗ്ഷൻ ആയിട്ട് മാറും. അപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉണ്ടാവുക. ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞ പാർഷ്യൽ ഡെറിവേറ്റീവും ഡോ യു ബൈ ഡോ വൈ എന്നുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ് ഉണ്ടാവുക. അപ്പോൾ ഡോ യു ബൈ ഡോ എക്സ് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ പറ്റും? ഡോ യു ബൈ ഡോ വി ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് പ്ലസ് ഡോ യു ബൈ ഡോ ഡബ്ല്യു ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ്. ഇതുപോലെ ഡോ യു ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ ഡോ യു ബൈ ഡോ വി ഇൻറ്റു ഡോ വി ബൈ ഡോ വൈ പ്ലസ് ഡോ യു ബൈ ഡോ ഡബ്ല്യു ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ വൈ. ഇതാണ് ഫസ്റ്റ് ചെയിൻ റൂള്. മറ്റൊരു ചെയിൻ റൂള് പറഞ്ഞാൽ ഇപ്പം നമ്മൾ യു പറഞ്ഞാൽ വിയിലും ഡബ്ല്യൂയിലുമാണ്. വി എന്ന് പറഞ്ഞാൽ 3 വേരിയബിൾ, എക്സിലും വൈയിലും ഇസെറ്റിലും. അതുപോലെ ഡബ്ല്യുവും എക്സിലും വൈയിലും ഇസെറ്റിലും. അങ്ങനെയാണെങ്കിൽ ഈ വിനും ഡബ്ല്യുവിനും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു എന്തിലുള്ള ഫംഗ്ഷൻ ആവും? എക്സ് വൈ സെഡിലുള്ള ഫംഗ്ഷൻ ആവും അല്ലേ? കാരണം യു എന്ന് പറഞ്ഞാൽ വിയിലും ഡബ്ല്യൂയിലാണ്, പക്ഷെ വി എന്ന് പറഞ്ഞാൽ എക്സിലും വൈയിലും സെറ്റിലുമാണ്. അതുപോലെ ഡബ്ല്യു എന്ന് പറഞ്ഞാലും എക്സിലും വൈയിലും സെറ്റിലുമാണ്. അങ്ങനെയാണെങ്കിൽ യു എന്ന് പറഞ്ഞാൽ ഈ വിനും ഡബ്ല്യുവിനും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറും? എക്സിലും വൈയിലും സെഡിലുള്ള ഒരു ഫംഗ്ഷൻ ആയിട്ട് മാറും. അപ്പൊ അതിന് എന്തൊക്കെ ഡെറിവേറ്റീവ് ഉണ്ടാവും? ഡോ യു ബൈ ഡോ എക്സ് ഉണ്ടാവും, ഡോ യു ബൈ ഡോ വൈ ഉണ്ടാവും, ഡോ യു ബൈ ഡോ ഇസെഡ് ഉണ്ടാവും. ഇത് നേരത്തെ ചെയിൻ റൂൾ പോലെ തന്നെ ഡോ യു ബൈ ഡോ എക്സ് പറഞ്ഞാൽ ഡോ യു ബൈ ഡോ വി ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് പ്ലസ് ഡോ യു ബൈ ഡോ ഡബ്ല്യു ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ്. ഇതുപോലെ ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ യു ബൈ ഡോ വി ഇൻറ്റു ഡോ വി ബൈ ഡോ വൈ പ്ലസ് ഡോ യു ബൈ ഡോ ഡബ്ല്യു ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ വൈ. ഇതുപോലെ ഡോ യു ബൈ ഡോ ഇസെഡ് എന്ന് പറഞ്ഞാൽ ഡോ യു ബൈ ഡോ വി ഇൻറ്റു ഡോ വി ബൈ ഡോ ഇസെഡ് പ്ലസ് ഡോ യു ബൈ ഡോ ഡബ്ല്യു ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ ഇസെഡ്. ഈ 3 ചെയിൻ റൂൾ വെച്ചിട്ടുള്ള പ്രോബ്ലം ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് യു ഈക്വൽ ടു യു ഓഫ് വൈ മൈനസ് എക്സ് ഡിവൈഡ് ബൈ എക്സ് വൈ കോമ z മൈനസ് എക്സ് ഡിവൈഡ് ബൈ എക്സ് സെഡ്. യു എന്ന് പറഞ്ഞാൽ വൈ മൈനസ് എക്സ് ഡിവൈഡ് ബൈ എക്സ് വൈ കോമ z മൈനസ് എക്സ് ഡിവൈഡ് ബൈ എക്സ് സെഡ്. യു ഈ വൈ മൈനസ് എക്സ് ബൈ എക്സ് വൈയിലും z മൈനസ് എക്സ് ബൈ എക്സ് സെഡിലുള്ള ഒരു ഫംഗ്ഷനാണ്. ദെൻ ഷോ ദാറ്റ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് y square into dou u by dou y plus z square into dou u by dou z equal to 0 എന്ന് ഷോ ചെയ്യണം. അപ്പൊ നമുക്ക് ഡോ യു ബൈ ഡോ എക്സ് കാൽക്കുലേറ്റ് ചെയ്യണം, ഡോ യു ബൈ ഡോ വൈ കാൽക്കുലേറ്റ് ചെയ്യണം, ഡോ യു ബൈ ഡോ ഇസെഡ് കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ എയിം. പക്ഷെ അത് ഡയറക്റ്റ് ഇവിടെ യു ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. അപ്പൊ ഈ ബ്രാക്കറ്റിലുള്ള ഈ ഫംഗ്ഷൻസിന് നമ്മൾ പുതിയ പേര് എടുക്കുകയാണ്. അപ്പൊ വി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനു വിളിക്കുക? വൈ മൈനസ് എക്സ് ഡിവൈഡ് ബൈ എക്സ് വൈനെ വി എന്ന് വിളിക്കാം. അതിന് നമുക്ക് 1/x മൈനസ് 1/y എന്ന് എഴുതാം. അതുപോലെ ഡബ്ല്യുവിനെ z മൈനസ് എക്സ് ഡിവൈഡ് ബൈ എക്സ് സെഡിനെ നമ്മൾ ഡബ്ല്യു എന്ന് വിളിക്കാം. ഡബ്ല്യു ഈക്വൽ ടു z മൈനസ് എക്സ് ഡിവൈഡ് ബൈ എക്സ് സെഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/x മൈനസ് 1/z. അപ്പോൾ നമുക്ക് എന്താ ഈ y മൈനസ് എക്സ് ഡിവൈഡ് ബൈ എക്സ് വൈ എന്ന് പറഞ്ഞാൽ വി ആണ്, z മൈനസ് എക്സ് ഡിവൈഡ് ബൈ എക്സ് സെഡ് എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ആണ്. അപ്പൊ യു എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറി? യു ഈക്വൽ ടു യു ഓഫ് വി കോമ ഡബ്ല്യു എന്നായി. ഇനി വി എന്ന് പറഞ്ഞാൽ ശരിക്കും എയിലുള്ള ഫംഗ്ഷൻ ആണ്. അപ്പോ വി എന്ന് പറഞ്ഞ ഫംഗ്ഷനോ എയിലേക്കുള്ള ഫംഗ്ഷൻ ആണ്. വി എന്ന് പറഞ്ഞാല് എക്സിലും വൈയിലും, അതിൽ 0 z ഉണ്ട് കേട്ടോ. 3 വേരിയബിൾ ഉള്ളതുകൊണ്ട് വി നമുക്ക് എക്സിലും വൈയിലും z ഫംഗ്ഷൻ ആയിട്ട് പരിഗണിക്കാം. അതുപോലെ ഡബ്ല്യുവിനെ അതിലുള്ള ഫംഗ്ഷൻ ആയിട്ട് പരിഗണിക്കാം. അതിൽ ഡയറക്റ്റ് ആയിട്ട് എക്സും സെഡും മാത്രമേ ഉള്ളൂ, പക്ഷെ +0 വൈ എന്ന് എഴുതി കഴിഞ്ഞാൽ അത് വൈയിലുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ വി എന്ന് പറഞ്ഞാൽ എക്സിലും വൈയിലും സെഡിലുള്ള ഫംഗ്ഷനാണ്. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എക്സിലും ഇസഡിലുള്ള ഫംഗ്ഷനാണ്. എന്തിനാ അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തിലെ എക്സും വൈയും ആണ്, രണ്ടാമത്തിലെ എക്സും ഇസഡും ആണ്. അപ്പോൾ ടോട്ടൽ 3 വേരിയബിൾ വരുന്നുണ്ട്. അപ്പോൾ വി എന്ന് പറഞ്ഞാൽ എക്സിലും വൈയിലും ഇസഡിലും ആക്കി പറയണം, ഡബ്ല്യു എന്ന് പറഞ്ഞാലും എക്സിലും വൈയിലും ഇസഡിലും ആക്കി പറയണം. അതേ സ്ഥാനത്ത് വി എന്ന് പറഞ്ഞാൽ എക്സിലും വൈയിലും ആണ്, അതുപോലെ ഡബ്ല്യു എന്ന് പറഞ്ഞാലും എക്സിലും വൈയിലാണ്. ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അത് ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത്. വി എന്ന് പറഞ്ഞാൽ എക്സിലും വൈയിലും, പക്ഷേ മറ്റേത് എക്സിലും ഇസഡിലും. അപ്പോൾ ഇത് 2-3 വേരിയബിൾസിലുള്ള ഫംഗ്ഷനായിട്ട് നമ്മൾ പരിഗണിക്കുന്നു. അപ്പോൾ യു എന്ന് പറഞ്ഞാൽ വി ഓഫ് ഡബ്ല്യു ആണ്, യു ഓഫ് വി ആൻഡ് ഡബ്ല്യു. വിയും ഡബ്ല്യുവും എക്സിലും വൈയിലും ഇസഡിലുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ യു എന്ന് പറഞ്ഞപ്പോൾ എന്തിലൊക്കെ എക്സിലും വൈയിലും ഇസഡിലും ആയിരിക്കും.
അപ്പോൾ ഡോ യു ബൈ ഡോ എക്സ് വേണം ഉണ്ടാവും, ഡോ യു ബൈ ഡോ വൈ ഉണ്ടാവും, ഡോ യു ബൈ ഡോ ഇസഡ് ഉണ്ടാവും. അപ്പോൾ ഇത് മൂന്നും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഡോ യു നമ്മൾ നേരത്തെ റിസൾട്ട് പ്രകാരം യു ഇസ് എ ഫംഗ്ഷൻ ഓഫ് വി ആൻഡ് ഡബ്ല്യു. വി ആൻഡ് ഡബ്ല്യു ആർ ഫംഗ്ഷൻസ് ഓഫ്, ഇവിടെ മൂന്നാമത്തെ ചെയിൻ റൂൾ, വിയും ഡബ്ല്യുയും എക്സിലും വൈയും സെഡിലുള്ള ഫംഗ്ഷനാണ്. അതുകൊണ്ട് ഡോ യു ബൈ ഡോ എക്സ് പറഞ്ഞാൽ ഡോ യു ബൈ ഡോ വി ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് പ്ലസ് ഡോ യു ബൈ ഡോ ഡബ്ല്യു ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ്. അതുപോലെ ഡോ യു ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ഡോ യു ബൈ ഡോ വി ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ പ്ലസ് ഡോ യു ബൈ ഡോ ഡബ്ല്യു ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ വൈ. ഇതുപോലെ ഡോ യു ബൈ ഡോ ഇസഡ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ഡോ യു ബൈ ഡോ വൈ വി ഇൻറ്റു ഡോ വി ബൈ ഡോ ഇസഡ് പ്ലസ് ഡോ യു ബൈ ഡോ ഡബ്ല്യു ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ്. അങ്ങനെ കിട്ടുക. തൊട്ട് ചെയിൻ റൂള്, തേർഡ് ചെയിൻ റൂൾ പ്രകാരം കിട്ടുന്നതാണ്. ഇനി നമ്മൾ ഫസ്റ്റ് ഡോ യു ബൈ ഡോ എക്സ് കാണാം. ഡോ യു ബൈ ഡോ എക്സ് പറഞ്ഞാൽ ഡോ യു ബൈ ഡോ വി ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് പ്ലസ് ഡോ യു ബൈ ഡോ ഡബ്ല്യു ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ്. ഇപ്പോൾ ഡോ യു ബൈ ഡോ വി എന്ന് പറഞ്ഞാൽ ഡോ യു ബൈ ഡോ വി തന്നെയാണ്. ഡോ വി ബൈ ഡോ എക്സ് കാണണം, കാരണം വിന്റെ വാല്യൂ നമുക്കറിയാം. അതുപോലെ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സിന്റെ വാല്യൂ കാണണം. അതുപോലെ ഡോ വി ബൈ ഡോ വൈന്റെ വാല്യൂ കാണണം. അതുപോലെ ഡോ ഡബ്ല്യു ബൈ ഡോ വൈന്റെ വാല്യൂ കാണണം. അതുപോലെ ഡോ വി ബൈ ഡോ ഇസഡിന്റെ വാല്യൂ കാണണം. അതുപോലെ ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡിന്റെ വാല്യൂ കാണണം. അപ്പൊ ഈ മൂന്ന് കുറച്ച് വാല്യൂസ്, അതായത് ഡോ വി ബൈ ഡോ എക്സ്, ഡോ വി ബൈ ഡോ വൈ, ഡോ വി ബൈ ഡോ ഇസഡ്, അതുപോലെ ഡോ ഡബ്ല്യു ബൈ എക്സ്, ഡോ ഡബ്ല്യു ബൈ വൈ, ഡോ ഡബ്ല്യു ബൈ ഇസഡ്. അങ്ങനെ ഇത്രയും വാല്യൂസ് ആദ്യം കാണാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഡോ വി ബൈ ഡോ എക്സ്. ഡോ വി ബൈ ഡോ എക്സ് പറഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് ഓഫ് y minus x divided by xy, that is equal to dou by dou x of 1 by x minus 1 by y. അപ്പോൾ 1 by x, dou by dou x of 1 by x minus 1 by y ആണ്. അപ്പോൾ 1 by x ന്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് 1 by x സ്ക്വയർ. 1 by y ന്റെ ഡെറിവേറ്റീവ് എന്താ? 0 വിത്ത് റെസ്പെക്ട് ടു എക്സിലായതുകൊണ്ട്. അപ്പോൾ ഡോ വി ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ഡോ വി ബൈ ഡോ എക്സ് പറഞ്ഞാൽ മൈനസ് 1 by x സ്ക്വയർ കിട്ടും. ഇതുപോലെ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ്, ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് പറഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് ഓഫ് സെഡ് മൈനസ് എക്സ് ഡിവൈഡ് ബൈ എക്സ് സെഡ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by x minus 1 by z. അപ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് 1 by x minus 1 by z. ഡോ ബൈ ഡോ എക്സ് ഓഫ് 1 by x minus 1 by z എന്ന് പറഞ്ഞാൽ കിട്ടും? ഡോ ബൈ 1 by x ന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്താ? മൈനസ് 1 by x സ്ക്വയർ. 1 by z വിത്ത് റെസ്പെക്ട് എക്സ് ആകുമ്പോൾ 0. അപ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് 1 by x minus 1 by z എന്ന് പറഞ്ഞാൽ മൈനസ് 1 by x സ്ക്വയർ. അപ്പോൾ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് പറഞ്ഞാൽ മൈനസ് 1 by x സ്ക്വയർ. അതുപോലെ ഡോ വി ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാലും മൈനസ് 1 by x സ്ക്വയർ. ഇത് രണ്ടും കിട്ടി. അപ്പോൾ ഡോ യു ബൈ ഡോ എക്സ് പറഞ്ഞാൽ നമുക്കറിയാം ഡോ യു ബൈ ഡോ വി ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് പ്ലസ് ഡോ യു ബൈ ഡോ ഡബ്ല്യു ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ വി ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് നമ്മൾ കണ്ടു മൈനസ് 1 by x സ്ക്വയർ ആണ്. അപ്പോൾ മൈനസ് 1 by x സ്ക്വയർ പ്ലസ് ഡോ യു ബൈ ഡോ ഡബ്ല്യു ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ എക്സും നമ്മൾ കണ്ടു, അതും മൈനസ് 1 by x സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡോ യു ബൈ ഡോ എക്സ് പറഞ്ഞാൽ ഡോ യു ബൈ ഡോ വി ഇൻറ്റു മൈനസ് 1 by x സ്ക്വയർ പ്ലസ് ഡോ യു ബൈ ഡോ ഡബ്ല്യു ഇൻറ്റു മൈനസ് 1 by x സ്ക്വയർ. ഓക്കെ, ഇവിടുന്ന് നമുക്കിതിനെ ഡോ യു ബൈ ഡോ എക്സിന് എക്സ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് സ്ക്വയർ ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു മൈനസ് 1 by x സ്ക്വയർ ഇൻറ്റു ഡോ യു ബൈ ഡോ വി പ്ലസ് മൈനസ് 1 by x സ്ക്വയർ ഇൻറ്റു ഡോ വി ബൈ ഡോ ഡബ്ല്യു. അതിൽ എക്സ് സ്ക്വയറും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡോ യു ബൈ ഡോ വി മൈനസ് ഡോ യു ബൈ ഡോ ഡബ്ല്യു. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടും എക്സ് സ്ക്വയർ ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് പറഞ്ഞാൽ എന്ത് കിട്ടും? മൈനസ് ഡോ യു ബൈ ഡോ വി മൈനസ് ഡോ യു ബൈ ഡോ ഡബ്ല്യു. അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കാം. ഇനി ഡോ യു ബൈ ഡോ വൈ, ഡോ യു ബൈ ഡോ വൈ കാണണമെങ്കിൽ ഡോ യു ബൈ ഡോ വൈ കാണണമെങ്കിൽ ഇതിൽ ചെറിയൊരു ടൈപ്പ് മിസ്റ്റേക്ക് ഉണ്ട്. ഡോ യു ബൈ ഡോ വൈ ആണെങ്കിൽ ഡോ യു ബൈ ഡോ വി ഇൻറ്റു ഡോ വി ബൈ ഡോ വൈ ആണ്. അതിൽ ഇതിൽ ടൈപ്പ് മിസ്റ്റേക്ക് ആണ്. അത് നോട്ടിൽ ഞാൻ തിരുത്താം. ഡോ യു ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ ഡോ യു ബൈ ഡോ വി ഇൻറ്റു ഡോ വി ബൈ ഡോ വൈ പ്ലസ് ഡോ യു ബൈ ഡോ ഡബ്ല്യു ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ വൈ. അപ്പൊ നമുക്കിത് ഡോ വി ബൈ ഡോ വൈയും കാണണം,
അതുപോലെ ഡോ ഡബ്ല്യു ബൈ ഡോ വൈയും കാണണം. ഡോ വി ബൈ ഡോ വൈയും ഡോ ഡബ്ല്യു ബൈ ഡോ വൈയും കാണണം. അപ്പൊ ഡോ വി ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ എന്താ? ഡോ ബൈ ഡോ വൈ ഓഫ് വൈ മൈനസ് എക്സ് ഡിവൈഡ് ബൈ എക്സ് വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ വൈ ഓഫ് 1 ബൈ എക്സ് മൈനസ് 1 ബൈ വൈ. 1 ബൈ എക്സിന്റെ ഡെറിവേറ്റീവ് 0 ആണ് വിത്ത് റെസ്പെക്ട് വൈ ആയതുകൊണ്ട് 1 ബൈന്റെ ഡെറിവേറ്റീവ് മൈനസ് 1 ബൈ വൈ വൈ സ്ക്വയർ ആണ്. അപ്പൊ മൈനസ് മൈനസ് ഉള്ളതുകൊണ്ട് 1 ബൈ വൈ സ്ക്വയർ എന്നിട്ട്. അപ്പൊ ഡോ വി ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ എന്നിട്ട് 1 ബൈ വൈ സ്ക്വയർ എന്നിട്ട്. ഡോ വി ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ 1 ബൈ വൈ സ്ക്വയർ. ഇനി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ 1 ബൈ എക്സ് മൈനസ് 1 ബൈ സെറ്റ് ആണ്. അപ്പൊ ഡോ ഡബ്ല്യു ബൈ ഡോ വൈ എന്ന് പറഞ്ഞാല് ഡോ ബൈ ഡോ എക്സ് ഓഫ് 1 ബൈ എക്സ് മൈനസ് 1 ബൈ സെറ്റ്. വിത്ത് റെസ്പെക്ട് വൈയിലായതുകൊണ്ട് ഡെറിവേറ്റീവ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ഡോ ഡബ്ല്യു ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ 0 കിട്ടി. അപ്പൊ നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ യു ബൈ ഡോ വി ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ ഡോ യു ബൈ ഡോ വി ഇൻറ്റു ഡോ വി ബൈ ഡോ വൈ പ്ലസ് ഡോ യു ബൈ ഡോ ഡബ്ല്യു ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ വൈയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിൽ ഡോ യു ബൈ ഡോ വി ഇൻറ്റു ഡോ വി ബൈ ഡോ വൈ പറഞ്ഞാൽ എന്താ? 1 ബൈ വൈ സ്ക്വയർ. അപ്പോൾ ഡോ യു ബൈ ഡോ വി ഇൻറ്റു 1 ബൈ വൈ സ്ക്വയർ പ്ലസ് ഡോ യു ബൈ ഡോ ഡബ്ല്യു ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ എന്താ? 0 ആണ്. അപ്പോൾ ഡോ യു ബൈ ഡോ ഡബ്ല്യു ഇൻറ്റു 0. അവിടെ നിന്ന് കിട്ടും ഡോ യു ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ ഡോ യു ബൈ ഡോ വി ഇൻറ്റു 1 ബൈ വൈ സ്ക്വയർ എന്നിട്ടും അവിടുന്ന് വൈ സ്ക്വയർ ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ കിട്ടും ഡോ യു ബൈ ഡോ വി എന്നിട്ടും. അപ്പൊ വൈ സ്ക്വയർ ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ എന്തായിട്ട്? ഡോ യു ബൈ ഡോ വി. അതിന് നമ്പർ 3 എന്ന് വിളിക്കാം. ഇതുപോലെ ഡോ യു ബൈ ഡോ ഇസെഡ് എന്ന് പറഞ്ഞാൽ എന്തിട്ടും? ഡോ യു ബൈ ഡോ ഇസെഡ് എന്ന് പറഞ്ഞാൽ ഡോ യു ബൈ ഡോ വി ഇൻറ്റു ഡോ വി ബൈ ഡോ ഇസെഡ് പ്ലസ് ഡോ യു ബൈ ഡോ ഡബ്ല്യു ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ ഇസെഡ്. അപ്പൊ ഇവിടെ നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യണം? ഡോ വി ബൈ ഡോ ഇസെഡും കാൽക്കുലേറ്റ് ചെയ്യണം, ഡോ ഡബ്ല്യു ബൈ ഡോ ഇസെഡും കാൽക്കുലേറ്റ് ചെയ്യണം. അത് രണ്ടും നമ്മൾ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇതൊക്കെ ഓരോന്നും സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഞാൻ ഒറ്റ സ്റ്റെപ്പ് ചുരുക്കിയതാണ്. നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ സ്റ്റെപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ ഓരോ സ്റ്റെപ്പിലും തന്നെ ചെയ്യണം. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഡോ വി ബൈ ഡോ ഇസെഡും കാണണം, ഡോ ഡബ്ല്യു ബൈ ഡോ ഇസെഡും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഡോ വി ബൈ ഡോ ഇസെഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡോ ബൈ ഡോ ഇസെഡ് ഓഫ് വൈ മൈനസ് എക്സ് ഡിവൈഡ് ബൈ എക്സ് വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ ഇസെഡ് ഓഫ് 1 ബൈ എക്സ് മൈനസ് 1 ബൈ വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 0 കിട്ടും. അപ്പോൾ ഡോ വി ബൈ ഡോ ഇസെഡ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? 0 കിട്ടി. ഇനി ഡോ ഡബ്ല്യു ബൈ ഡോ ഇസെഡ്, ഡോ ഡബ്ല്യു ബൈ ഡോ ഇസെഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡോ ബൈ ഡോ ഇസെഡ് ഓഫ് എക്സ് സെഡ് മൈനസ് എക്സ് ഡിവൈഡ് ബൈ എക്സ് സെഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ ഇസെഡ് ഓഫ് 1 ബൈ എക്സ് മൈനസ് 1 ബൈ സെഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 1 ബൈ എക്സിന്റെ ഡെറിവേറ്റീവ് 0 വിത്ത് റെസ്പെക്ട് ടു സെഡിലായതുകൊണ്ട് 1 ബൈ സെഡിന്റെ ഡെറിവേറ്റീവ് മൈനസ് 1 ബൈ സെഡ് സ്ക്വയർ. ഇവിടെ ഓൾറെഡി മൈനസ് ഉള്ളതുകൊണ്ട് പ്ലസ് 1 ബൈ സെഡ് സ്ക്വയർ കിട്ടും. അപ്പോൾ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് സെഡ് എന്ന് പറയുന്നത് കിട്ടും 0 പ്ലസ് 1 ബൈ സെഡ് സ്ക്വയർ. അതായത് ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് എന്ന് പറഞ്ഞാൽ 1 ബൈ സെഡ് സ്ക്വയർ കിട്ടും. അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡോ വി ബൈ ഡോ സെഡിന്റെ വാല്യൂ ഡോ ഡബ്ല്യു ബൈ ഡോ സെഡിന്റെ വാല്യൂ ഈ കേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, അതായത് ഡോ യു ബൈ ഡോ സെഡ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ വി ഇൻറ്റു ഡോ വി ബൈ ഡോ സെഡ് പ്ലസ് ഡോ യു ബൈ ഡോ ഡബ്ല്യു ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് എന്നുള്ള ഇക്വേഷനിൽ ഡോ വി ബൈ ഡോ സെഡിന്റെയും ഡോ ഡബ്ല്യു ബൈ ഡോ സെഡിന്റെയും വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഡോ വി ബൈ ഡോ സെഡിന്റെ വാല്യൂ നമ്മൾ കണ്ടു 0 എന്ന് കിട്ടി. അതും ഡോ ഡബ്ല്യു ബൈ ഡോ സെഡിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 1 ബൈ സെഡ് സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡോ യു ബൈ ഡോ വി ഇൻറ്റു 0 പ്ലസ് ഡോ യു ബൈ ഡോ ഡബ്ല്യു ഇൻറ്റു 1 ബൈ സെഡ് സ്ക്വയർ എന്ന് കിട്ടി. ഇവിടെ നമുക്ക് ഡോ യു ബൈ ഡോ സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോ യു ബൈ ഡോ ഡബ്ല്യു ഇൻറ്റു 1 ബൈ സെഡ് സ്ക്വയർ എന്ന് കിട്ടി. അവിടെ നിന്ന് സെഡ് സ്ക്വയറിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടുന്ന് ഡോ സെഡ് സ്ക്വയർ ഇൻറ്റു ഡോ യു ബൈ ഡോ സെഡ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ഡോ യു ബൈ ഡോ ഡബ്ല്യു എന്ന് കിട്ടും. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 4, ഇവിടെ ഇക്വേഷൻ നമ്പർ 4 ഞാൻ എഴുതിയിട്ടില്ല, ടൈപ്പ് ചെയ്യാം. നമുക്ക് ഇക്വേഷൻ
കിട്ടിയിട്ടുള്ള ഡോ യു ബൈ ഡോ ഇസെഡ് കാൽക്കുലേറ്റ് ചെയ്യണം. ഡോ യു ബൈ z സ്ക്വയർ ഇൻറ്റു ആണ് ഡോ z സ്ക്വയർ ഇൻറ്റു z സ്ക്വയർ ഇൻറ്റു ഡോ യു ബൈ ഡോ ഇസെഡ് എന്ന് പറഞ്ഞാൽ എന്താട്ടി നമ്മൾ z സ്ക്വയർ ഇൻറ്റു ഡോ യു ബൈ ഡോ ഇസെഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക വേല എത്രയാണ് ഡോ യു ബൈ ഡോ ഡബ്ല്യു എന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇതാ ഡോ യു ബൈ ഡോ യു ബൈ ഡോ ഡബ്ല്യു. അത് നമ്മൾ ഇക്വേഷൻ 4 ലാസ്റ്റ് ഇക്വേഷൻ നമ്പർ 3 ആണ്. അപ്പോൾ ഇക്വേഷൻ നമ്പർ 3 കിട്ടി. അപ്പോൾ ഇക്വേഷൻ നമ്പർ 4 ഇനി നമ്മൾ എന്ത് പറഞ്ഞാൽ ഇക്വേഷൻ നമ്പർ 3 2 3 4 ഇവ ആഡ് ചെയ്യാം. ആഡിങ് 2 3 and 4. ഇപ്പോൾ 2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് ഡോ യു ബൈ ഡോ വി മൈനസ് ഡോ യു ബൈ ഡോ ഡബ്ല്യു. അപ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഇക്വേഷൻ 3 എന്ന് പറഞ്ഞാൽ എന്താ വൈ സ്ക്വയർ ഇൻറ്റു ഡോ യു ബൈ ഡോ ഡബ്ല്യു അത് ഡോ വി ബൈ പ്ലസ് സെഡ് സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 4 എനിക്ക് ലെഫ്റ്റ് സൈഡാണ് പറയുന്നത് സെഡ് സ്ക്വയർ ഇൻറ്റു ഡോ യു ബൈ ഡോ ഇസെഡ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു അതിൽ ഇക്വേഷൻ നമ്പർ 2ന്റെ റൈറ്റിലുള്ള മൈനസ് ഡോ യു ബൈ ഡോ വി മൈനസ് ഡോ യു ബൈ ഡോ ഡബ്ല്യു പ്ലസ് 3ന്റെ റൈറ്റിലുള്ള ഡോ യു ബൈ ഡോ വി അതുപോലെ 4ന്റെ റൈറ്റിലുള്ളത് ഡോ യു ബൈ ഡോ ഡബ്ല്യു. അപ്പോൾ ഫസ്റ്റത്തിൽ ഇക്വേഷൻ നമ്പർ 2 മൈനസ് ഡോ യു ബൈ ഡോ വി മൈനസ് ഡോ യു ബൈ ഡോ ഇസെഡ് പ്ലസ് അടുത്തതിൻ്റെ കിട്ടുന്നത് ഡോ യു ബൈ ഡോ വി പ്ലസ് ഡോ യു ബൈ ഡോ ഡബ്ല്യു. അപ്പോൾ ഈ ഡോ യു ബൈ ഡോ വിയും ഡോ യു ബൈ ഡോ വിയും ക്യാൻസൽ ആവും. ഡോ യു ബൈ ഡോ ഇസെഡും ഡോ യു ബൈ ഡോ ഡബ്ല്യുവും ഡോ യു ബൈ ഡോ ഡബ്ല്യുവും ക്യാൻസൽ ആവും. അപ്പോൾ നമുക്ക് കിട്ടും ഈ 2 3 4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്നിട്ട് അതായത് എക്സ് സ്ക്വയർ ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് വൈ സ്ക്വയർ ഡോ യു ബൈ ഡോ വൈ പ്ലസ് സെഡ് സ്ക്വയർ ഡോ യു ബൈ ഡോ ഇസെഡ് ഈക്വൽ ടു 0 എന്നിട്ട് ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യാൻ. ഓക്കെ. ഓക്കെ, ഈ പ്രോബ്ലം അവസാനിച്ചു. ഇനി അടുത്ത സെക്ഷനിലേക്ക്